ഈ ഒരു സംശയം നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അതായത് ഇനി നമ്മുടെ UYARE ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ? കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓൾറെഡി നമ്മളുടെ ഫസ്റ്റ് UYARE ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു UYARE ബാച്ചിൻ്റെ പാർട്ട് 1 മാത്രം നമ്മൾ യൂട്യൂബിൽ ലൈവ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പാർട്ട് 1 ലൈവ് കണ്ടു കഴിഞ്ഞപ്പോഴായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക, അയ്യോ ഇത്രയും അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ ഇനി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ, അല്ല ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ ബാച്ചിലായിരിക്കുമല്ലോ, അപ്പോൾ ഇനി ഞങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി നമ്മുടെ ബാച്ചിലെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? ഇങ്ങനെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സംശയം മാറ്റാനുള്ള ഒരു വീഡിയോ ആണിത്. അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ ബാച്ചിലെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ അത്രയധികം റിക്വസ്റ്റ്, നമ്മളിപ്പോൾ പാർട്ട് 1 ലൈവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒത്തിരി റിക്വസ്റ്റുകൾ നമ്മളുടെ അഡ്മിഷൻ ടീമിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരി പേർക്ക് ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ബാച്ച് വേണമെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം പോലെ തന്നെ നമ്മളുടെ UYARE ബാച്ചിൻ്റെ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ വരുന്ന മൺഡേ, അതായത് 12th നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ സെക്കൻഡ് UYARE ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ മിസ്? നമ്മുടെ UYARE ബാച്ചിൽ ജോയിൻ ചെയ്ത് ലൈവ് ക്ലാസ്സും അതേപോലെ തന്നെ നമ്മളുടെ ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ NCERT ക്വസ്റ്റ്യൻസും ചാപ്റ്റർ വൈസ് എക്സാംസും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ UYARE ബാച്ചിൽ പഠിച്ച് ഫുൾ മാർക്സ് വാങ്ങിക്കാൻ, അതായത് നേരത്തെ തന്നെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ബാച്ചിൽ പഠിക്കാൻ നിങ്ങൾക്കൊരു ചാൻസ് കൂടി വരികയാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് താല്പര്യമുള്ള മക്കൾക്ക് ഇനിയും തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മുടെ സെക്കൻഡ് ബാച്ച് നമ്മളത് 12th മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകുമ്പോൾ ഓൾറെഡി കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ ഇനി വരുന്ന സെക്കൻഡ് ബാച്ചിൽ ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കുക, സെപ്പറേറ്റ് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇനിയുള്ള ഈ ഒരു സെക്കൻഡ് ബാച്ചിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിലുള്ള ഡയറക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 6 മണിക്ക് ഓക്കെ മൺഡേ നമുക്ക് 6 PM ഒരു ഓറിയൻറ്റേഷൻ്റെ ലൈവ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള മക്കൾ എല്ലാവരും മൺഡേ 6 PM നമ്മളുടെ ഓറിയൻറ്റേഷൻ്റെ ലൈവിൽ ഉണ്ടായിരിക്കണം. ആ ലൈവിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ള മക്കളെല്ലാവരും ഓക്കെ, അതായത് ഈ ഒരു സെക്കൻഡ് ബാച്ചിന് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന നമ്മളുടെ കുട്ടികളെല്ലാവർക്കും എന്ത് ചെയ്യാം, വേഗം തന്നെ താഴേക്കാന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ഒരു ചാൻസ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല അല്ലേ? അപ്പോൾ എൻ്റെ കുട്ടികൾ വെയിറ്റ് ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴേക്കാന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. 12-ാം തീയതി ആയിരിക്കും നമ്മളുടെ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഓറിയൻറ്റേഷൻ വൈകിട്ട് 6 മണിക്കായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാൻസ് എൻ്റെ മക്കൾ മിസ് ചെയ്യാതെ അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. കാരണം നിങ്ങൾക്കറിയാം നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണെന്ന്. ഇത് നമ്മളുടെ കഴിഞ്ഞ തവണത്തെ +1 ബാച്ചിൽ നമ്മളുടെ റിസൾട്ടാണ്. ഇത്രയും കുട്ടികൾക്കാണ് ഫുൾ മാർക്സ് കിട്ടിയത്. ഇത് നമ്മൾ ലക്ഷ്യ ബാച്ച് എടുത്തു കഴിഞ്ഞാലും 5000+ ഫുൾ A+ ഉള്ള കുട്ടികളാണ് നമ്മുടെ ബാച്ചിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഏറ്റവും അടിപൊളി റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും നമ്മുടെ UYARE ബാച്ച്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കംപ്ലീറ്റ് ടീച്ചേഴ്സും നമ്മളുടെ ടീമും റെഡിയാണ്. നിങ്ങൾ അതിന് റെഡിയാണ്, നിങ്ങൾക്ക് അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഈ ഒരു ചാൻസ് മിസ്സാക്കാതിരിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മളിനി നമ്മുടെ UYARE ബാച്ചിലെ ലൈവ് സെഷനിലൂടെ ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്.